അപ്പോൾ വില കുറയുകയും ചെയ്തിട്ടുണ്ട്, റേഞ്ച് കൂടുകയും ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ബുക്ക് ചെയ്ത എത്ര ദിവസത്തിനകം നമുക്ക് വണ്ടി ലഭിക്കും? 5 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വണ്ടി ഡെലിവർ ആവും. പക്ഷേ ഈ ഒരു കേസിൽ ഇവിടെ ആ ഒരു സ്വിച്ച് അവൈലബിൾ അല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് പ്രോ റിവ്യൂസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ചേതക്കിന്റെ ഏറ്റവും പുതിയ 2901 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ വില തന്നെയാണ്. ഏറ്റവും വില കുറവുള്ള ചേതക്കിന്റെ ഒരു മോഡലാണ് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ചേതക്കിന്റെ ഏറ്റവും പുതിയ ബ്ലൂ 2901 എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്റെ ഒപ്പം തന്നെ നമുക്ക് അർബൻ മോഡലും കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രീമിയം മോഡലും നമുക്ക് അവൈലബിൾ ആണ്. ടോട്ടൽ 3 മോഡലാണ് വരുന്നത്. ഈ 3 മോഡലിലേക്ക് ഏറ്റവും വില കുറഞ്ഞ മോഡലാണ് ഇത്. അതായത് അഫോർഡബിൾ ആയിട്ട് 1 ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണിത്. ഇതിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയന്റ് ആണ് അർബൻ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് പ്രീമിയം എന്ന് പറയുന്നത്. ഈ അർബനും പ്രീമിയം തമ്മിലുള്ള വ്യത്യാസമെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അതിന്റെ ഡ്രൈവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മേളിൽ ഐ ബട്ടണിലും കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. സോ നമുക്ക് എന്താണ് ഈ ഒരു വണ്ടിയിൽ പ്രത്യേകതകൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ വില തന്നെയാണ്. അതായത് 1 ലക്ഷത്തിൽ താഴെയാണ് ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ടാക്സിൽ ഒരുപാട് കുറവ് വരും. മറ്റ് വണ്ടികളെ, അതായത് 1 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ടാക്സ് എമൗണ്ട് തന്നെ വളരെ കുറവായിരിക്കും. എന്ന് പറയുമ്പോൾ ഏകദേശം 1,14,000 രൂപയ്ക്ക് ഓൺ റോഡിൽ ഈ വണ്ടി ഇറക്കാൻ സാധിക്കും. മറ്റ് വണ്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഷോറൂം തന്നെ അർബന്റെ കേസ് വരുമ്പോഴത്തേക്ക് 1,23,000 രൂപയും അതുപോലെ തന്നെ പ്രീമിയം വരുമ്പോഴത്തേക്ക് 1,47,000 രൂപയും എക്സ് ഷോറൂം വരുന്നുണ്ട്. Colors all around, but I don't see anything but blue. Get lost in the sound, go back to the start. Let's go out of the dark. Let's go out of the dark. Get into the light now. ഇനി ഇതിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേഞ്ച് കമ്പാരിറ്റീവ്ലി അർബനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ്. അർബന്റെ റേഞ്ച് എന്ന് പറയുന്നത് 113 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേരിയന്റിൽ 2901ന്റെ റേഞ്ച് വരുന്നത് 123 കിലോമീറ്റർ ആണ്. അപ്പോൾ വില കുറയുകയും ചെയ്തിട്ടുണ്ട്, റേഞ്ച് കൂടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് മോട്ടറിന്റെ കാര്യത്തിലും ബാറ്ററിയുടെ കാര്യത്തിലും ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. പ്രീമിയത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ള അതിനകത്ത് 126 കിലോമീറ്റർ ആണ്. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നതാണ് ഈ ഒരു വണ്ടി. വിലയുടെ കാര്യത്തിൽ അർബനേക്കാളും കുറവാണെങ്കിലും റേഞ്ചിന്റെ കാര്യത്തിൽ കൂടുതൽ ആയിട്ടുണ്ട്. ഇനിയും ഇതിന്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അർബനും അതുപോലെ തന്നെ 2901 തമ്മിൽ ചെറിയൊരു ബാറ്ററിയുടെ പാക്കിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2.9 കിലോ വാട്ടാണ് അർബന് വരുന്ന ബാറ്ററി എങ്കിൽ 2.88 കിലോ വാട്ടാണ് 2901 വരുന്നത്. അതായത് ഒരു 0.1ന്റെ വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇനി പ്രീമിയത്തിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.2 കിലോ വാട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിന് അത്രയും റേഞ്ച് വരുന്നത്. സോ ഇനി ഇതിന്റെ മോട്ടറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 കിലോ വാട്ടിന്റെ മോട്ടറാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. അർബന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 4 കിലോ വാട്ടിന്റെ മോട്ടറാണ് വരുന്നത്. എങ്കിലും മോട്ടറിന്റെ ടോർക്ക് ഒട്ടും കുറവ് വരാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 14.3 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഈ ഒരു വണ്ടിയുടെ മോട്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ടോപ്പ് സ്പീഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 63 കിലോമീറ്റർ വരെ ഇതിന് ടോപ്പ് സ്പീഡ് കിട്ടുന്നുണ്ട്. അർബന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് 73 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ് കിട്ടുന്നുണ്ട്. സോ ഈ ടോപ്പ് സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ബാറ്ററിയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് സിമിലർ ബാറ്ററി ആയിട്ട് പോലും ഇതിന് ഇത്രയും റേഞ്ച് കിട്ടുന്നത്. ഇനി ഇതിന്റെ ചാർജിങ് ടൈം വരുന്നത് പുതിയൊരു അപ്ഡേറ്റഡ് ചാർജർ വന്നതുകൊണ്ട് 6 അവേഴ്സ് ആണ് ഇതിന്റെ നോർമൽ ചാർജിങ് ടൈം വരുന്നത്. 4.5 അവേഴ്സ് ആണ് അർബന് വരുന്നത്. 4.3 ആണ് പ്രീമിയത്തിന് വരുന്നത്. സോ ഇതിന്റെ ചാർജിങ് ടൈം കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം വീട്ടിൽ ചെന്നതിന് ശേഷം കുത്തിയിടുകയാണ് എന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് നമുക്ക് ഫുൾ ചാർജ് ആയി കിട്ടും. ഇനി വണ്ടിയുടെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
രണ്ട് വണ്ടിയിലും സ്റ്റീൽ ബോഡി തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം ഒരു തട്ടോ മുട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ യാതൊരു ഇഷ്യൂസും വരത്തില്ല. കംപ്ലീറ്റ്ലി സ്റ്റീൽ ബോഡിയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അത് ചേതക്കിൻ്റെ എല്ലാ വണ്ടികളിലും, അർബനിലാണെങ്കിലും പ്രീമിയത്തിലാണെങ്കിലും സ്റ്റീൽ ബോഡി തന്നെയാണ് വരുന്നത്. ഇനി ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് കണ്ടില്ലേ, ഇവിടെ നോർമലി സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളൊന്ന് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു സിംഗിൾ പ്രസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയി വരുന്നത് പോലെയാണ് ഇതിനകത്തുള്ള സംവിധാനം. ഇവിടെ ഒരു ചാർജിങ് പോർട്ടും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സൈഡിൽ സാധനങ്ങൾ ഇട്ട് വെക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ കീ ഫോബിൻ്റെ കാര്യമാണ്. ഇവിടെ കീലെസ് ഗോ സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. താക്കോലിന് ഇതുപോലത്തെ കീ ഫോബാണ് അർബനും പ്രീമിയത്തിനും ഒക്കെ കിട്ടുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോവാം. പക്ഷേ ഇതിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ കീ ആണ് വരുന്നത്. ഈ ഒരു കോസ്റ്റ് കട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോർമൽ കീ സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സീറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മുന്നോട്ട് തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മോഡലും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം സ്റ്റോറേജ് സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ടും വന്നിട്ടുണ്ട്. പക്ഷേ അർബൻ്റെയും പ്രീമിയത്തിൻ്റെയും കേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ആകും. ഇതിനകത്തും അതുപോലെ തന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. സ്പേസിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യത്യാസവുമില്ല. ഒരു ചെറിയ കാര്യം വന്നിട്ടുള്ളത് ഇവിടെ ബൂട്ടിലൊരു ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്, ഇലുമിനേഷൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ്. ആ ഒരു ലൈറ്റ് ഇവിടെ മിസ്സിംഗ് ആണ്. വേറെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസങ്ങൾ രണ്ട് വണ്ടിയും തമ്മിൽ വരുന്നില്ല. മറ്റു കാര്യങ്ങളെല്ലാം സിമിലർ ആണ്. ഇതിപ്പോൾ അർബൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് LCD ആണ്. അതേപോലെ തന്നെ 2901 വരുമ്പോഴത്തേക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ സെയിം ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. പിന്നെ മറ്റൊരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് എങ്കിൽ പോലും ലിമിറ്റഡ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രീമിയം വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഇത്രയും വലിപ്പമുള്ള ഒരു TFT സ്ക്രീനകത്ത് വരുന്നത്. അതിനകത്ത് 10x10 നാവിഗേഷനും ഫോണിൻ്റെ കൺട്രോൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് മാനുവലി ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള സ്വിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ ഇവിടെ ആ ഒരു സ്വിച്ച് അവൈലബിൾ അല്ല. അതിന് പകരം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡ്രൈവ് മോഡിലിട്ട് സൈഡ് സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് ഓൺ ആകും. കംപ്ലീറ്റ്ലി LED ഹെഡ് ലാമ്പാണ് വരുന്നത്. ഡിമ്മും ബ്രൈറ്റും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഈ ഒരു യൂണിറ്റിനകത്ത് സെയിം ഹെഡ് ലാമ്പ് തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും 2024 അർബൻ പ്രീമിയം മോഡലിൽ വന്നതുപോലെ തന്നെയുള്ള ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളും ഈ വണ്ടിയിലും കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട്. ടയറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. രണ്ട് വണ്ടിയിലും ഒരേപോലെ തന്നെയുള്ള അലോയ് വീലും ടയറിൻ്റെ പ്രൊഫൈലും എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ വണ്ടിയിലും കോംബി ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ABS-ന് പകരമുള്ള കോംബി ബ്രേക്ക് സംവിധാനം വന്നിട്ടുണ്ട്. മറ്റ് കാര്യമായിട്ടുള്ള രൂപമാറ്റങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിനകത്ത് ഡയറക്റ്റ് ഡ്രൈവ് മോട്ടറാണ് വരുന്നത്. ഈ കേസിലും അതായത് പ്രീമിയത്തിൻ്റെ കേസിലും അർബൻ്റെ കേസിലും എല്ലാം ഡയറക്റ്റ് ഡ്രൈവ് മോട്ടർ തന്നെയാണ് വന്നിട്ടുള്ളത്. സെയിം കാര്യങ്ങളെല്ലാം തന്നെ ഇതിലും കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഒരുപാട് വലിയ മാറ്റങ്ങളോ കുറവുകളോ വരുത്താതെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് കുറച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിലത്തെ ഗ്രാബ് റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അഡീഷണൽ ഒരു ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് സിംഗിൾ ഗ്രാബ് റെയിൽ യൂണിറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. പക്ഷേ അവിടെ വിലയുടെ കാര്യത്തിൽ വലിയൊരു ഹൈലൈറ്റ് തന്നെ നമുക്ക് വന്നിട്ടുമുണ്ട്. ഇനി ചേതകിൻ്റെ ഏതൊരു വണ്ടികളിലും നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഈ വണ്ടിയിലും ടെക് പാക്ക് അവൈലബിൾ ആണ്. ടെക് പാക്ക് എന്ന് പറയുമ്പോൾ കുറച്ചേറെ കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഈ വണ്ടിയിലേക്ക് എടുക്കാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതുപോലെ തന്നെ റിവേഴ്സ് മോഡ്, അതുപോലെ തന്നെ മൊബൈലിൻ്റെ ആപ്പ് കണക്ടിവിറ്റി,
സ്പോർട്ട് മോഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ചേതക്കിൻ്റെ ടെക് പാക്ക് എന്ന് പറയുന്നത്. ഇതിൽ ലിമിറ്റഡ് അവൈലബിലിറ്റി മാത്രമാണുള്ളത്, ഫീച്ചേഴ്സ് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ അവിടെയും വെറും 3000 രൂപ മാത്രം കൂടുതൽ കൊടുത്താൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്ക് കിട്ടും. അർബനിലും പ്രീമിയത്തിലും ഏകദേശം 8000 രൂപയും അതുപോലെ 9000 രൂപയുമാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ആ ഒരു ടെക് പാക്ക് വരുമ്പോൾ വരും. എന്നാലും ഇതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് റിവേഴ്സ് മോഡ് കിട്ടുന്നുണ്ട്, ഡ്രൈവ് മോഡ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സ്പോർട്ട് മോഡിലേക്ക് മാറ്റാനും പറ്റും. പ്രീമിയത്തിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക് പാക്ക് എടുക്കുമ്പോഴത്തേക്ക് 2-3 മോഡുകൾ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നുമുണ്ട്. സോ ടെക് പാക്ക് നമ്മൾ ചെറിയൊരു എമൗണ്ട് കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി ഈ ഒരു വണ്ടി മൊത്തത്തിൽ IP67 വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പേടിയും കൂടാതെ മഴയത്ത് കൊണ്ടുപോവുകയോ വണ്ടി കഴുകുകയോ ചെയ്യുന്ന സമയത്തൊന്നും ഈ ഇലക്ട്രോണിക് ഭാഗങ്ങളിലോ ബാറ്ററി റിലേറ്റഡ് കാര്യങ്ങളിലോ IC-യിലോ ഡിജിറ്റൽ ഡിസ്പ്ലേയിലോ എങ്ങും തന്നെ വെള്ളം കയറുമെന്നുള്ള പേടിയോ അതുവഴി എന്തെങ്കിലും വണ്ടിക്ക് ഡാമേജ് ഉണ്ടാകുമെന്നുള്ള പേടിയോ ഒരാവശ്യവും നമുക്ക് വരേണ്ടതായിട്ടില്ല. പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഡിസൈനിൽ വന്നിരിക്കുന്ന എലമെന്റ് ആണ്. ഇങ്ങനെയൊരു ഡിസൈൻ എലമെന്റ് കൂടെ അഡീഷണലി വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു കട്ടി വരുന്ന സ്ട്രോങ് ആയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാറ്റാണ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ക്ലീൻ ചെയ്തെടുക്കാൻ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കത്തൊന്നുമില്ല, വളരെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാറ്റാണ്. ഇനി ഫുഡ് റെസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫുഡ് റെസ്റ്റ് ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. നല്ലൊരു കവറിങ്ങും കാര്യങ്ങളും ഒക്കെ, അതും മെറ്റലിൻ്റെ കവറിങ്ങും കാര്യങ്ങളും ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അലുവിലിൻ്റെ ഡിസൈനാണെങ്കിലും നല്ല ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സീറ്റാണ്. ഇവിടെ ഫ്രണ്ടിലേക്കാണെങ്കിലും ഇറങ്ങിയിരിപ്പുണ്ട്. സോ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. ബാക്കിലിരിക്കുന്ന ആൾക്കും അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നത് പോലെ തന്നെ നല്ല വീതിയുള്ള സീറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അത്യാവശ്യം കുഷൻ എഫക്റ്റും കാര്യങ്ങളും സീറ്റിന് കൊടുക്കുന്നുമുണ്ട്. സോ ലോങ് ട്രിപ്പ് പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഷോർട്ട് ട്രിപ്പിനും അതുപോലെ ടൗണിലെ ഓട്ടത്തിനും ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ഇനി ഇതിൻ്റെ മോട്ടറും അതുപോലെ തന്നെ ബാറ്ററിയുടെയും ഒക്കെ സൈസ് കുറച്ചുകൂടെ കുറച്ചിട്ടുള്ളത് കൊണ്ട് ഈ വണ്ടിയുടെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി അർബനേക്കാളും പ്രീമിയത്തിനേക്കാളും കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ലേഡീസിനാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും, പ്രത്യേകിച്ച് ട്രാഫിക്കിലൂടെ നമ്മൾ പോകുന്ന സമയത്താണെങ്കിൽ പോലും. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2901 എന്നുള്ളൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലിംഗ് എലമെൻ്റ് ഒക്കെ താഴേക്ക് ഈ ഒരു കളറ് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ലുക്കൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഒരു വണ്ടി. പിന്നെ മാത്രമല്ല ബജാജ് എന്ന് പറയുന്ന ആ ഒരു ലെഗസി ഇതിൻ്റെ പിന്നിലുണ്ട്. ബജാജിൻ്റെ ചേതക് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കാലത്തെ ഒരു മുൻ തലമുറയുടെയൊക്കെ ഒരു ഹരമായിട്ടുള്ള ഒരു വണ്ടി തന്നെയായിരുന്നു. ആ വണ്ടി ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സുമായിട്ട് ഇത്രയും അഫോർഡബിൾ ആയിട്ട് ചേതക് നമുക്ക് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ നോക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് ഇത്. ഈ വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ സെയിൽസിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ചേതക് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ അതിന് നല്ലൊരു സ്ഥാനം തന്നെയുണ്ട്. കാരണം അത്രയും ആളുകൾ കൂടുതലായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ബ്രാൻഡ് വാല്യൂവും പ്ലസ് ഈ ഒരു ലുക്കും, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴത്തേക്ക് യാതൊരു രക്ഷയുമില്ലാത്ത ഒരു റോഡ് പ്രസൻസ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ചുമന്ന കളറ്. പിന്നെ കളറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കളറാണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക് ആകർഷണീയമായി തോന്നുന്ന ഒരു കളറ്. 5 കളറിൽ അവൈലബിൾ ആണ്. റെഡ് കളറുണ്ട്, ബ്ലാക്ക് ഉണ്ട്, അവിടെ കാണുന്ന യെല്ലോ കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, ബ്ലൂ കളറുണ്ട്. അങ്ങനെയുള്ള പല കളറുകളിൽ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഉള്ളതിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റെഡ് കളറാണ്. കാരണം അതുപോലെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള ചേതക്കിൻ്റെ ഷോറൂമിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം, അർബൻ, അതുപോലെ 2901 തുടങ്ങിയ മോഡലുകളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനും ബുക്ക് ചെയ്യാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ വിളിച്ച് ചോദിക്കാവുന്നതാണ്.
സോ അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ബുക്കിങ്ങിന്റെ ഡീറ്റെയിലും സർവീസിന്റെ ഡീറ്റെയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. സോ എങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ ബുക്കിംഗ് പീരീഡ് വരുന്നത്? ബുക്ക് ചെയ്ത എത്ര ദിവസത്തിനകം നമുക്ക് വണ്ടി നമുക്ക് ലഭിക്കും? 5 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വണ്ടി ഡെലിവർ ആവും. ഓക്കെ, ഒരാഴ്ചക്കകം ഏത് കളറാണെങ്കിലും നമുക്ക് വണ്ടി അതെ, അവൈലബിൾ എല്ലാ ആണ്. കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ 2800 അധികം വണ്ടികൾ ഈ ഒരു വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സോ എല്ലാ കളേഴ്സും ഇൻ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. എത്രയാണ് ഇതിന്റെ ബുക്കിംഗ് എമൗണ്ട് വരുന്നത്? നമുക്ക് ബുക്കിംഗ് എമൗണ്ട് വരുന്നത് 2000 ആണ്. 2000 അടച്ച് ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ഇനിഷ്യൽ പേയ്മെന്റ്, ഫിനാൻസ് ആണെങ്കിൽ ഇനിഷ്യൽ പേയ്മെന്റ് അടച്ച് 10 ദിവസം, അതായത് ഈ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പേയ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഫുൾ പേയ്മെന്റ് ചെയ്ത് 5 to 7 വർക്കിംഗ് ഡേയ്സിന് ഇടയ്ക്ക്. ഫിനാൻസിനുള്ള സൗകര്യം ഇവിടുന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അതെ, നമുക്ക് ഇവിടെ ഒട്ടനേകം ഫിനാൻസ് വരുന്നുണ്ട്. ബജാജ്, കൊട്ടക്, ആക്സിസ് അങ്ങനെ ഉൾപ്പെടെ ഒത്തിരി ഫിനാൻസുകൾ നമുക്ക് തന്നെയുണ്ട്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും മാച്ചിങ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ബാങ്കിന്റെ ഫിനാൻസ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടുന്ന് തന്നെ അതെ, ചെയ്തു ഇവിടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ആ കാര്യങ്ങൾ നടക്കും. എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ ആണോ ഇവിടെ? അവൈലബിൾ ആണ്. എക്സ്ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ സർവീസിന്റെ കാര്യം എങ്ങനെയാണ്? എത്ര നാൾ കൂടുമ്പോഴാണ് ഇത് സർവീസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മന്തിലാണ്. ഓക്കെ, സെക്കൻഡ് സർവീസ് വരുന്നത് 6 മന്ത് അല്ലെങ്കിൽ 5000 കിലോമീറ്റേഴ്സ്. തേർഡ് സർവീസ് 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റേഴ്സ്. നമുക്ക് 750 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ സർവീസ് സെന്ററിൽ വിളിച്ചിട്ട് സർവീസ് ഡേറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഡേറ്റ് തന്നെ നമുക്കും കസ്റ്റമേഴ്സിനും സർവീസ് സെന്ററിനും ഓക്കെ ആവുന്ന ഒരു ഡേറ്റിൽ നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇതിന്റെ സർവീസ് സെന്റർ എവിടെയാണ് വരുന്നത്? നിറമൺകരയാണ് സർവീസ് സെന്റർ വരുന്നത്. നിറമൺകര. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ഷോറൂം ഉള്ളത് പൈനിയർ മോട്ടോഴ്സ് വഴുതക്കാട് സെന്റർ ജംഗ്ഷനിൽ തന്നെയാണ്, വുമൻസ് കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ ഫെസിലിറ്റീസും, എക്സ്ചേഞ്ച് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ലോണിന് ഉള്ള സൗകര്യം ചെയ്തു തരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വിത്തിൻ 10 days നിങ്ങൾക്ക് ഏത് കളറാണെങ്കിലും ഏത് മോഡലാണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.